നൂറ്റാണ്ടുകൾക്ക് പിറകിലേക്ക് തൊഴിൽ നിയമങ്ങൾ കൊണ്ടുപോവുകയാണ് മോദി ഗവൺമെന്റ് എന്നും തൊഴിലാളികളെ മുഴുവൻ അടിമകളാക്കി മാറ്റുകയാണെന്നും CPM അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി പറഞ്ഞു. വടകര കാവിൽ റോഡ് നടന്ന കുറ്റ്യാടി മണ്ഡലം LDF സ്ഥാനാർത്ഥി കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അട്ടിമറിച്ചത് കള്ളം പറഞ്ഞുകൊണ്ടാണ് 100 ദിവസത്തെ തൊഴില് 125 ദിവസം നൽകുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. തൊഴിൽ നൽകണോ വേണ്ടയോ, എവിടെ തൊഴിൽ നൽകണം എന്നെല്ലാം ഉള്ളത് ഡൽഹിയിലെ ഗവൺമെന്റ് തീരുമാനിക്കും. ഡൽഹിയിലെ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്ന, ഡൽഹിയിലെ ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നിടത്തേ ഈ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാവും. ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്താ? നേരത്തെ നിലവിലുണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ എവിടെയും തൊഴിൽ ആവശ്യപ്പെടുന്നവർക്ക് തൊഴിൽ കൊടുക്കണം. ഇപ്പോഴോ മോഡി ഗവൺമെന്റ് പറയും കേരളത്തിൽ 2 ജില്ലകളിലേ ഇത് നടപ്പാക്കുന്നുള്ളൂ എന്ന് നോട്ടിഫൈ ചെയ്താൽ അവിടെയുള്ളൂ. തുടക്കത്തിൽ തന്നെ അവരെങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ആ 2 ജില്ലയിൽ തന്നെ പറഞ്ഞിട്ട് ഇപ്പൊ വയനാട് ജില്ലയിൽ ഇത് നടത്താൻ തീരുമാനിക്കുന്നു, പക്ഷെ അവിടുത്തെ 2 ബ്ലോക്കിലേ ഇത് നടപ്പാക്കേണ്ടതുള്ളൂ എന്ന് നോട്ടിഫൈ ചെയ്താൽ അവിടെയുള്ളൂ. വേറൊരിടത്തും ഞങ്ങൾക്ക് തൊഴിൽ തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് ഭരണാധികാരികളുടെ മുമ്പിൽ പോകാൻ പറ്റും. അപ്പൊ വലിയ തട്ടിപ്പാണ്, വലിയ വഞ്ചനയാണ്. ലേബർ കോഡ് ഇന്ത്യയിലെ തൊഴിലാളികളെ മുഴുവൻ അടിമകളാക്കി മാറ്റുന്ന, നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് തൊഴിൽ നിയമങ്ങൾ കൊണ്ടുപോവുകയാണ്. 8 മണിക്കൂറായി ജോലി സമയം ക്ലിപ്തപ്പെടുത്തണമെന്നുള്ള വ്യവസ്ഥ അത് മാറ്റി 12 14 മണിക്കൂർ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കാം. ഈ ലേബർ കോഡ് വന്നാൽ അതിനെതിരെ സംഘടിക്കാനോ സമരം ചെയ്യാനോ അവകാശമില്ല. വലിയ ചതിവാണ് തൊഴിലാളികളോടും നാട്ടുപുറത്തെ പട്ടിണി പാവങ്ങളോടും തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിച്ച് അല്പവരുമാനം ലഭിച്ചിരുന്ന പാവങ്ങൾക്കുമൊക്കെ നേരെ നരേന്ദ്രമോദി ഗവൺമെന്റ് പിന്തുടരുന്നത്. അപ്പൊ ഇത് ചർച്ച ചെയ്തു പാർട്ടി. ഇതിനെതിരായിട്ട് സമരം ചെയ്യാൻ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഇലക്ഷനുണ്ട്, ഇലക്ഷൻ പ്രധാനമാണ്. അതുകൊണ്ട് CPIM കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളെ ഒഴിവാക്കുന്നു. P. സുരേഷ് ബാബു അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടറി M. മെഹബൂബ്, സംസ്ഥാന കമ്മിറ്റി അംഗം P. മോഹനൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK ദിനേശൻ, PM സുരേഷ് ബാബു, KT കുഞ്ഞിക്കണ്ണൻ, TP ഗോപാലൻ, K. പുഷ്പജ, PC ഷൈജു, അഡ്വക്കേറ്റ് ബിനൂപ, വിനോദ് ചെറിയത്ത്, TM മനോജ്, മഹേഷ് പയ്യട, PP മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു.